പാലം കടക്കുമ്പോൾ നാരായണ, പിന്നെ പാലം കടന്നു കഴിഞ്ഞപ്പോഴോ കൂരായണ. എന്ത് പ്രതികരണം അപ്പം ഞാൻ ഇവർക്ക് എതിരെ പറഞ്ഞത്? ഞാൻ ഇവർക്ക് അനുകൂലമായിട്ട് ഈ സമയം വരെ നിൽക്കുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എനിക്കെതിരെ എന്ത് കേസ് വന്നു കഴിഞ്ഞാലും ഞാൻ ഓരോ കൂടെ തന്നെ ഉള്ളത്. അവരെന്നെ ഇപ്പം എങ്ങനെ കേസിൽ കുടിക്കാലും ശിക്ഷിച്ചാലും ഒക്കെ ഞാൻ ഓരോ കൂടെ തന്നെ. എൻ്റെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും ആക്സസ് ഉള്ളതല്ലേ, അതിലെവിടെയെങ്കിലും അങ്ങനെ എന്താ ഉള്ളത് എന്നുള്ളത് നോക്കാമല്ലോ. സമൂഹത്തിൽ ചേരിതിരിവ്, അപകീർത്തിപ്പെടുത്തൽ, കലാപാഹ്വാനം തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകൾ ഉൾപ്പെടുത്തി മനാഫിനെതിരെ ചേവായൂർ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. അർജുന്റെ സഹോദരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. എൻ്റെ സാമ്പത്തിക സ്ഥിതി എന്തുണ്ട് എന്നുള്ളത് ആദ്യം ഒന്ന് അന്വേഷിച്ചാൽ, ഒരു യൂട്യൂബ് വരുമാനം കൊണ്ട് ജീവിക്കേണ്ട ആളൊന്നല്ല ഞാനൊരു അത്യാവശ്യം മോശമില്ലാത്ത മലയാളി തന്നെ. തന്റെ കൂടെയുള്ള തൊഴിലാളിയെ ജീവനതുല്യം സ്നേഹിച്ച മനാഫ് എന്ന വാഹന ഉടമയുടെ അവസ്ഥ ഇന്ന് വളരെ ദയനീയമാണ്. ഇത്തരമൊരു സ്ഥിതി വന്നു ചേരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനൊരു വാർത്താ സമ്മേളനം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. പക്ഷെ അവിചാരിതമായിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായത് ജനങ്ങളെ മുന്നിൽ ഒരു ക്ലാരിറ്റി ആവശ്യമാണെന്നുള്ളത് കൊണ്ടാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചത്. ഈ വിഷയത്തിൽ ഒരു മുതലെടുപ്പും നടത്തിയിട്ടില്ല. നമ്മളെ ഒരു ജോലിക്കാരന് വേണ്ടിയിട്ട് നിന്ന് അവൻ്റെ വീട്ടിലെത്തിച്ച് ഇതേ ചെയ്തിട്ടുള്ളൂ. അതിന് ഞാൻ ആദ്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോട് മാപ്പ് ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്നത്തോടുകൂടി ഈ വിഷയത്തിന് നമ്മളൊരു ഫുൾ സ്റ്റോപ്പ് ഇടണം. ദയവ് ചെയ്തിട്ട് ഇതോടുകൂടിയിട്ട് നമുക്ക് തീരണം. ഷിരൂരിലെ ഉരുൾപൊട്ടലിൽ ലോറിയോടൊപ്പം ഗംഗാവലിപ്പുഴയിൽ പതിച്ച ലോറി ഡ്രൈവർ അർജുനെ മുങ്ങിത്തപ്പിയെടുത്തത് 72-ാം ദിവസമാണ്. ഇത്രയും ദിവസം മനാഫ് എന്ന ഒറ്റയാൾ പോരാട്ടം വളരെ ശ്രദ്ധേയമായി. അർജുന്റെ വീട്ടുകാരുടെ ഒരിറ്റ് കണ്ണീര് പോലും ഇത്രയും ദിവസം ഷിരൂരിൽ പതിച്ചിട്ടില്ല. തുടക്കത്തിൽ കർണാടക സർക്കാർ പത്രക്കാരെയും മനാഫിനെയും ഒക്കെ വിരട്ടി ഓടിച്ചത് നമ്മൾ കണ്ടിരുന്നു. മുഖത്ത് അടിയേറ്റപ്പോഴും മനാഫിന് ഒരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു, അർജുനെയും കൊണ്ടേ പോകൂ എന്നത്. ഒടുവിൽ എല്ലാ പ്രതിബന്ധങ്ങളും നേരിട്ട് മനാഫ് തരണം ചെയ്തു. കേരളം ഇന്നുവരെ കാണാത്തതും കേൾക്കാത്തതുമായ വാർത്തയായിരുന്നു അത്. ഒടുവിൽ ആളെ കിട്ടിയപ്പോഴോ ഒടുങ്ങാത്ത വിവാദത്തിലേക്കും അത് വഴിമാറി. അർജുന് വേണ്ടിയുള്ള തെരച്ചിലിൽ കേരളം ഒറ്റക്കെട്ടായി നിന്നിരുന്നു. ഐക്യത്തോടെ നിന്ന ആളുകളെ സോഷ്യൽ മീഡിയ പ്രചരണത്തിലൂടെയും വാർത്താമാധ്യമങ്ങളിലൂടെയും ഭിന്നിപ്പിക്കാൻ കാരണമായി. അർജുന്റെ അളിയനായ ജിതിനെ ഇതിനെ പ്രേരിപ്പിച്ചവർ ആരാണ്? അവരുടെ വാക്കുകൾ കേട്ട് അളിയനും സഹോദരിയും ഷിരൂരിലെ ആ 72 ദിവസം കാണിക്കാത്ത മനോവികാരം ഇന്നിപ്പോൾ കാണിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അർജുന്റെ കുടുംബം ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു, ജീവിക്കാനുള്ള സാഹചര്യം ഉരുത്തിരിയുന്നു. അർജുന്റെ ഭാര്യയ്ക്ക് സർക്കാർ ജോലി, സർക്കാരിന്റെ സാമ്പത്തിക ആനുകൂല്യം, അർജുന് കിട്ടുന്ന ഭാരിച്ച ഇൻഷുറൻസ് തുക, ഇതെല്ലാം കണ്ട് അവരുടെ കണ്ണുകൾ മഞ്ഞളിച്ചു. ഇവിടെ നിങ്ങൾ ഒന്ന് ഓർക്കുക, ഇത്രയും നാൾ അർജുന് വേണ്ടി വേദനിച്ച ആ പാവ മനുഷ്യന്റെ ഹൃദയം വിങ്ങിപ്പൊട്ടുകയാണ്. ഇനി അയാളെ വെറുതെ വിടുക. നിങ്ങളൊക്കെ ഇനി അദ്ദേഹത്തെ എത്ര പിന്തള്ളിയാലും കേരള ജനത ഒറ്റക്കെട്ടായി മനാഫിനെ ഹൃദയത്തിൽ സൂക്ഷിക്കും.